എൻ്റെ പേര് അമൃതരാജ്. ഞാൻ പെയിൻറ്റിങ് സംബന്ധമായിട്ടുള്ള പല സൈറ്റിലും പല വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേന് വീട്ടുകാർ പറയുന്ന ഒരു കംപ്ലൈൻ്റാണ് ഈ കിച്ചൺ കബോർഡ്, അലമാര ഇതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഒക്കെ ഈ പാറ്റ, പഴുതാര അങ്ങനെ ചെറിയ പ്രാണികളൊക്കെ കയറുന്നത്. അതിന് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടുകാർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് സിലിക്കോൺ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, സിലിക്കോൺ, അത് നമുക്ക് തന്നെ ഉപയോഗിക്കാം. അത് ചിലവർക്കത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സിലിക്കോൺ ഗണ്ണ്. ഇതിപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ ഇതേ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിൽ ഏതാണ്ട് ഈ കാണുന്ന ഈ സാധനത്തിൽ ഇത് പ്രസ് ചെയ്തതിന് ശേഷം ഇത് ബാക്കിലോട്ട് വലിക്കുക. ഇതിങ്ങനെ ഇങ്ങനെ ബാക്കിലോട്ട് വലിച്ച് കഴിയുമ്പോൾ ഇതേ ഇങ്ങനെ ആവും. അതിനുശേഷം ഇതാണ് സിലിക്കോൺ. ഇത് പല കളർ വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മേടിച്ചെന്ന് പറയുന്നത് ക്ലിയർ ആണിത്. ക്ലിയർ നമുക്ക് ഏത് മെറ്റീരിയൽസിൻ്റെ മണ്ടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ചിലർ വൈറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്, ബ്ലാക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. ഇതിപ്പം ക്ലിയർ ആണ്. ഇതിനകത്ത് ഇടുന്നത് എന്ന് വെച്ചാൽ ഇത് നോക്കുക. ഇതിങ്ങനെ കയറ്റിയിട്ടിട്ട് നോക്കുക. ഇതിങ്ങനെ കയറ്റിയിട്ടിട്ട് ഇവിടെ കൊണ്ട് താഴോട്ടൊന്ന് പ്രസ് ചെയ്യുക. കണ്ടോ? പ്രസ് ചെയ്തതിന് ശേഷം ഈ ഹാൻഡിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി കയറി ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് ടൈറ്റ് ആയതിനു ശേഷം ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുമ്പോഴത്തേന് ഈ സിലിക്കോൺ ഇറങ്ങി വരും. അപ്പം ഇതിനകത്ത് നമുക്ക് എത്രത്തോളം ഇതിൻ്റെ വ്യാപ്തി അത് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ചെറിയ നൂൽക്കനം മാത്രം മതിയെങ്കിൽ അതിനനുസരിച്ച് മാത്രം കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് കയറ്റി പ്രസ് ചെയ്യുക. എത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ഹോളിനനുസരിച്ച് മാത്രം ഇത് പിടിച്ചുകൊണ്ട് തന്നെ ആ ഹോളിനനുസരിച്ച് മാത്രം ഇങ്ങനെ നെക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ ലൈൻ ചെയ്യുക. ലൈൻ ചെയ്യുമ്പോഴത്തേന് ആ ലൈൻ ഏത് ഭാഗത്താണോ ആ ഹോള് അത് അടഞ്ഞു മാറുമ്പോൾ ഇത് നെക്കിക്കൊണ്ട് തന്നെ ഇത് പുരട്ടിയതിന് ശേഷം ഒരു വിരൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തങ്ങ് വിട്ടേക്കുക. രണ്ടാമത് അതിനകത്ത് വിരലുകൊണ്ട് തൂക്കാൻ പോകരുത്. ചിലപ്പോൾ അതിന് ഇളകി വരും. ഒറ്റ വിരലുകൊണ്ട് മാത്രം തൂത്തുവിടുക. അങ്ങനെ നമുക്ക് അലമാരയുടെ സൈഡ്, അതുപോലെ ബാത്റൂമിൻ്റെ തറ, അതുപോലെ വെള്ളം പിടിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വെള്ളം ഉള്ളതെല്ലാം തൂത്ത് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ സാധനം കൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈർപ്പം വേണമെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ വെള്ളം പിടിക്കുന്നത് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ ചെറിയ ചെറിയ ഹോളുകളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് പ്രാണികളൊന്നും കയറാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് ഏകദേശം ഇതിൻ്റെ ഗണ്ണിന് ഏകദേശം ഒരു 200 രൂപയ്ക്കകത്തേ വരത്തുള്ളൂ. സിലിക്കോണിന് പല വില വരുന്നുണ്ട്. 200 രൂപ, 250 രൂപ, അങ്ങനെ പല വില വരുന്നുണ്ട്. മൊത്തത്തിൽ 500 രൂപയ്ക്കകത്തേ ആകത്തുള്ളൂ. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വേണം മാറ്റിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഇതിപ്പം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിനറ്റത്ത് എന്തെങ്കിലും അടച്ച് വെക്കാം. എയർ കയറി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാവും. ഇതിന് പ്രത്യേകിച്ച് ഒരു അടപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനറ്റത്ത് തന്നെ എന്തെങ്കിലും വെച്ച് അടച്ച് എന്തെങ്കിലും റബ്ബർ വല്ല ഇട്ടങ്ങ് വെച്ചാൽ മാത്രം മതി. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുക്കുക. അത് അധികം നാൾ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എയർ കയറി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകുന്നതാണ്. ഓക്കെ, താങ്ക് യു.